ഇനി നമുക്ക് കോഴിക്കോട് ബീച്ചിലെ വിശേഷമാവാം. അതെ, ഞങ്ങൾ ലാസ്റ്റ് കോഴിക്കോട് ബീച്ചിലെത്തി. നല്ല അടിപൊളി സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. ചെറിയൊരു കാറ്റും വെയിലൊക്കെ മാറി ഒരു ശാന്തമായ ഒരു സിറ്റുവേഷൻ. അവിടെ ശാന്തമല്ലായിരുന്നു പൊതുവെ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ആവുന്നില്ല. അപ്പോൾ ഈ ആട്ടത്തിൻ്റെ രഹസ്യം അതാണ്. അവിടെ ഇങ്ങനെ പാട്ടിട്ടേക്കാട്ടോ. അങ്ങനെ അത് ആസ്വദിച്ച് അതിലേക്ക് മുഴുങ്ങി ഫുൾ എൻജോയ്മെൻറ്റ് മൂഡ് മാത്രം. ചുറ്റും ഒന്നും കാണുന്നില്ല. ആഹാ, അത് കഴിഞ്ഞ് നേരെ എങ്ങോട്ടാ? ഇനി നമുക്കൊരു ബോട്ടിങ് ആവാം. അതെ അതെ, നെഞ്ചിലെവിടേക്ക് ടക്ക 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 ഒന്നും നോക്കിയില്ല, അങ്ങ് കയറാം. ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പം കയറാനാ? ദാ കയറി. അപ്പോഴപ്പോൾ കിട്ടിയ ഷോർട്ടാട്ടോ എടുത്തത്. ഫോൺ തെറിച്ച് പോകുമെന്ന് പേടിച്ചിട്ട് എടുക്കാൻ പേടിയായിരുന്നു. എങ്കിലും പിന്നെ നമുക്ക് കാണാൻ ഇതൊക്കെയല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇതെന്നാ എക്സ്പീരിയൻസ് ആയിരുന്നെന്നറിയോ? ശരിക്കും എനിക്കിതൊക്കെ പേടിയാണ്. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. കയറിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായി. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്ക് രസമായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവർക്കും അത്ര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് പാരഗണിൽ കയറാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിലുള്ള പാരഗണി കയറി ഒരു ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഒരു സൂപ്പൊക്കെ ആയി. പിന്നെ അവിടുത്തെ കോഫി സൂപ്പറാട്ടോ, ഒരു കോഫിയൊക്കെ ആയി. പിന്നെ ഒന്നും നോക്കിയില്ല. മെനുവിൽ ആദ്യം കണ്ടതും അങ്ങോട്ട് ഓർഡർ ചെയ്തു. ചേട്ടാ ഇത് 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 എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പക്ഷെ മസ്റ്റായിട്ടും ഞങ്ങൾക്ക് പാരഗൺ ബിരിയാണി വേണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഉച്ചയ്ക്ക് കിട്ടിയില്ല. ഞങ്ങളൊരു ബിരിയാണി ഓർഡർ ചെയ്തു. കൊള്ളായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങളുടെ കക്ക റോസ്റ്റ്, അത് വേറെ ലെവലായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ എന്താ രസമായിരുന്നറിയോ? ആ ദിവസം മറക്കില്ല ഒരിക്കലും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിരുന്നു. ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു അതെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ. ഇനി കോഴിക്കോട് നിന്നും പാലക്കാട്ടേക്ക്. അപ്പോൾ ശരി, അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോ കാണാം. Thank you.